കേരളത്തിലുള്ള എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുകയാണ്. വോട്ട് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നറിയണമെങ്കിൽ, നിങ്ങൾ ആരെ വിജയിപ്പിച്ചു എന്നറിയണമെങ്കിൽ ജൂൺ 4 വരെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം അല്ലേ. ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ അറിയാൻ പറ്റും ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, ഞങ്ങൾ ആരെയാണ് വിജയിപ്പിച്ചത് എന്ന്. പിന്നെ അതിനുശേഷം പറയാനുള്ളത് നേതാക്കന്മാരോടാണ്. നിങ്ങളെ വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തരെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു ദിവസത്തേക്കല്ല, 5 വർഷത്തേക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. വോട്ടൊക്കെ കിട്ടി എല്ലാം കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരു വില കൽപ്പിക്കാതിരിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അവരൊക്കെ പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഇനിയത്തെ 5 വർഷത്തെ ഭരണം നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. അല്ലാതെ തമ്മിത്തല്ലാതെ ജനങ്ങളുടെ കൂടെ സ്നേഹത്തോടൊപ്പം നിങ്ങൾ ഈ 5 വർഷം അവർക്ക് വേണ്ടി അവരുടെ കൂടെ ആയിരിക്കണം. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. കാരണം ഞാനും ഒരു പ്രവാസിയാണ്. ഞങ്ങൾ എന്താണ് പ്രവാസികൾക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് എന്തെങ്കിലും ഒന്ന് പറയാം. നിങ്ങളാക്കിയതാകെ കേരളത്തിൽ ചെയ്തു വന്നത് പ്രവാസി ഒരു ക്ഷേമനിധി മാത്രമാണ്. വേറെ ഒന്നും പ്രവാസികൾക്ക് വേണ്ടിയില്ല. അതുമാത്രമല്ല, പ്രവാസികൾക്ക് ചെയ്യുന്നത് മറ്റുള്ള സംഘടനകളാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ KMCC പോലെയുള്ള സംഘടനകളാണ് പ്രവാസികൾക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാതെ കേന്ദ്രത്തു നിന്നോ കേരളത്തു നിന്നോ പ്രവാസികൾക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി പ്രവാസികൾ ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ടും കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നിട്ടും പല വോട്ടുകൾക്കും വേണ്ടി വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ നിങ്ങളെ അധികാരത്തിലേക്ക് വരുത്തുന്നത് ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികൾക്കും പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും നിങ്ങൾക്ക് സ്ഥാനം തന്ന ജനങ്ങൾക്കും വേണ്ടി ആയിരിക്കണം ഇനിയത്തെ ഈ 5 വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്.